2 വർഷം മുന്നേ എൻ്റെ ഒരു സുഹൃത്ത് ഒരു യങ് ഫൗണ്ടറുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ അക്കൗണ്ട്സ്, ഓഡിറ്റ് ഞാൻ പറഞ്ഞു അത് നമുക്ക് തന്നെ ആയിരിക്കുമല്ലോ എന്നായിരുന്നു സംസാരം. അപ്പോൾ പറഞ്ഞ് അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഞാനിപ്പോൾ കുറച്ച് എന്താ പറയുക മെഷീനറീസിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫർണിഷിങ്ങിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. സ്റ്റാഫിനൊന്നും അപ്പോയിൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈസൻസിൻ്റെ ബേക്കിലാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ അക്കൗണ്ട്സ് ഒരു സെയിലിന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇതാ മതി. ഒരു ERP പിന്നെ സോഫ്റ്റ്വെയർ അക്കൗണ്ടൻ്റ് ഒക്കെ ആക്കാം. തീർത്തും ഒരു തെറ്റായ ഒരു സമീപനമാണത്. നാച്ചുറലി മുന്നേ ഉള്ള ബിസിനസ് ലീഡേഴ്സൊക്കെ പറയും. ഒരു കമ്പനിയിൽ ഫസ്റ്റ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതും അവസാനം പറഞ്ഞു വിടേണ്ടതും അക്കൗണ്ടൻറ്റിനെയാണ്. കാരണം കൃത്യമായ കണക്ക് വേണം. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ കയ്യിൽ അതിൻ്റെ കൃത്യമായ ഫോണിൽ ബില്ലുണ്ട്, വാട്സപ്പിൽ ബില്ലുണ്ട്, കുറേ എഴുതി വെച്ചിട്ടുണ്ട്. മേ ബി ഇതൊക്കെ നഷ്ടപ്പെട്ടേക്കാം. ഫൈനലി നമ്മളൊരു ബിസിനസ് ഓണർ ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടബിലിറ്റി മേ ബി ഒരു ലെവലിലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ സമയത്ത് ഈ റവന്യൂ ഒന്നും വരാത്ത സമയത്ത് ഒരു അക്കൗണ്ടൻറ്റ് ചിലപ്പോൾ അഫോർഡബിൾ ആയിരിക്കില്ല. അയാൾക്കുള്ള സാലറി കൊടുക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ഔട്ട്സോഴ്സിങ് പാർട്ട്നേഴ്സിനെയാണ്. നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക, വാട്സപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബില്ല് വൗച്ചേഴ്സൊക്കെ അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. അവർ കൃത്യമായ ERPയിൽ കൃത്യമായ ചാർട്ട് ഓഫ് അക്കൗണ്ട്സും കൃത്യമായ ഒരു സ്ട്രക്ചറിലും ഒരു ഫൗണ്ടേഷനിലും നിങ്ങൾക്ക് ഒരു അക്കൗണ്ട്സ് റെഡിയാക്കി തരും. സോ ഫുൾ ടൈം ഒരു അക്കൗണ്ടൻറ്റിനെ വെക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈമിലേക്കെങ്കിലും നീട്ടി വെക്കാം. പക്ഷേ അക്കൗണ്ട് ആൻഡ് ബുക്ക് കീപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ 1 മുതലായിരിക്കണം.